ഇൻഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന കപ്പിൾസ്, അതായത് 3 മാസത്തിലൊരിക്കൽ, 6 മാസത്തിലൊരിക്കൽ, മേ ബി ഭാര്യയും ഭർത്താവും വേറെ വേറെ ഒത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് വളരെ ഇൻഫ്രീക്വൻ്റ് ആയിട്ടാണ് അവർ കാണുന്നതെങ്കിലും അവർക്കൊരു ലോങ് ടേം കോൺട്രാസെപ്റ്റിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എമർജൻസി കോൺട്രാസെപ്ഷൻ മതിയാവും. വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ഒരു കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യുന്ന കപ്പിളാണ്. പക്ഷേ എന്തുകൊണ്ടോ അവർ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്ഷൻ ഫങ്ഷൻ ചെയ്യാതെ വരിക, അതായത് ഇപ്പോൾ കോണ്ടംസ് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിൽസ് എടുക്കുന്ന സ്ത്രീയാണെങ്കിൽ അവർ 2 ദിവസത്തിൽ കൂടുതൽ കൺസിക്യൂട്ടീവായിട്ട് 2 ദിവസത്തെ പിൽസ് മിസ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും എമർജൻസി കോൺട്രാസെപ്ഷൻ എടുത്താൽ അവർക്ക് പ്രഗ്നൻസി തടയാൻ സാധിക്കും. സോ ഇതിപ്പോൾ നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ ആക്ച്വലി ഈ എമർജൻസി കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്ന അതിൻ്റെ യൂസേജ് വളരെ പ്രിവലൻ്റ് ആണ്. ആളുകൾക്കൊക്കെ അറിയാം, അവയർനെസ് ഉണ്ട്. പക്ഷെ അത് വളരെ പരിമിതമായ ഒരു അവയർനെസ് ആണ്. ബേസിക്കലി അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഇൻ്റർകോഴ്സിന് ശേഷം പിറ്റേന്ന് ഒരു കടയിൽ നിന്ന് ഒരു ഗുളിക കഴിക്കുക, അങ്ങനെ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത് ആക്ച്വലി വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഈ ഗുളിക എന്ന് പറയുന്നത് പില്ല് ആക്ച്വലി അത് കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ഒരു ഹോർമോണാണ്, ലിവോനോജെസ്ട്രോൺ. ഈ ഹോർമോൺ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓവുലേഷൻ പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെങ്കിൽ ഓവുലേഷൻ ഡിലേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീക്ക് മെൻസ്ട്രുവൽ സൈക്കിൾ സമയത്ത് ഒരു ഓവുലേഷൻ സമയമുണ്ട്, ഒരു ഡേ ഉണ്ട്. അറൗണ്ട് ആ ഓവുലേഷനാണ് ഇൻ്റർകോഴ്സ് നടക്കുന്നതെങ്കിൽ ആ സമയത്ത് ഓവുലേഷൻ നടന്നിട്ടില്ല, ഈ പില്ല് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ഈ പില്ല് കാരണം ഓവുലേഷൻ ഡിലേഡ് ആവും. അങ്ങനെ നിങ്ങൾക്ക് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സപ്പോസ് ഈ സൈക്കിളിൽ അവർ ഓൾറെഡി ഓവുലേഷൻ കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ, ഓവുലേഷൻ ഓൾറെഡി ഓവുലേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ പില്ല് കഴിക്കുന്നതുകൊണ്ട് ആക്ച്വലി ഒരു ഗുണവും ഇല്ല, പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് അറിയാൻ സാധിക്കുന്ന പലപ്പോഴും അബോർഷൻ NTP ഒക്കെ ആയിട്ട് കപ്പിൾസ് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടൊരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തില്ല എന്ന് പറയുമ്പം അവർ പറയുന്ന റീസൺ ആണ് ഞാൻ പില്ല് യൂസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഒരു ഓവുലേഷൻ കഴിഞ്ഞുള്ള സമയത്താണ് ഈ പില്ല് എടുത്തിട്ടെങ്കിൽ ഇത് കാരണം ഈ പ്രഗ്നൻസി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല.